എല്ലാവർക്കും ആഷ്ബിക്രിയേഷൻസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡിസൈൻ വർക്കൊന്നുമല്ല കേട്ടോ. കഴിഞ്ഞ വീഡിയോസിൽ കാണിച്ചിട്ടുള്ളൊരു വർക്കിൻ്റെ ഷോളിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നുള്ളത് ഞാൻ പറഞ്ഞായിരുന്നു. പഞ്ചിങ് മെഷീൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്തിരുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണിത്. എങ്ങനെയാണ് നമ്മൾ ചെയ്യണമെന്നുള്ളതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ പഞ്ചിങ് മെഷീൻ വന്നിട്ട്. ഇതിലാണ് ഞാൻ നമ്മുടെ വർക്ക് ചെയ്തിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ ബീഡ്സ് വന്നിട്ടുള്ളത്. ഈ ബീഡ്സിന് ഹോളൊന്നുമില്ല. നമുക്കിതുപോലെ പാക്കറ്റിൽ കിട്ടും, പിന്നെ ബൾക്കായിട്ട് വാങ്ങിക്കാൻ കിട്ടും. കുറേ വർക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ബൾക്കായിട്ട് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ, നല്ലത്. ഇതാണ് അതിൻ്റെ പിന്ന്. ഈ പിന്നും ഈ ബീഡ്സ് മാത്രം മതി നമുക്ക് ഇതുകൊണ്ട് ഒരുപാട് ഡിസൈൻസ്, കുട്ടികളുടെ ഫ്രോക്കുകൾ, ഗൗണുകൾ, സാരീസ്, ഇതുപോലെ ചുരിദാറിൻ്റെ ഷോളുകൾ ഒക്കെ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു പഞ്ചിങ് മെഷീൻ ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പം ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത കേട്ടോ. ഇവിടെ ഞാൻ ഒരു ജോർജറ്റിൻ്റെ ഫാബ്രിക്കാണ് എടുത്തിരിക്കുന്നത്. ഇതിലാണ് ഞാൻ വർക്ക് ചെയ്യാൻ പോണത്. എങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നുള്ളത് കാണിച്ചു തരാം. ആദ്യം തന്നെ നമ്മുടെ മെഷീൻ്റെ ആ ഒരു ഹോളില്ലേ, ആ ഒരു ഭാഗത്താണ് നമ്മളുടെ ബീഡ്സ് കയറ്റി കൊടുക്കുന്നത്. ഇതുപോലെ കയറ്റി കൊടുത്താൽ മതി. അതങ്ങനെ തന്നെ ഇരുന്നോളും കേട്ടോ. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് മുകളിലേക്ക് ആക്കി കൊടുത്താൽ മതി. അതങ്ങനെ ഇരുന്നോളും. ഇനി നമുക്ക് താഴെ കണ്ടില്ലേ, താഴെ ആ ഒരു ഹോള് കണ്ടില്ലേ, ആ ഹോളിലാണ് നമ്മളുടെ പിന്നില്ലേ, ആ പിന്നിടുന്നത്. ഇതുപോലെ എടുക്കുമ്പോൾ പിന്നിൻ്റെ മുകൾ ഭാഗത്ത് കണ്ടോ ഒരു 3-4 പൊങ്ങിയിരിക്കുന്ന ഭാഗമുണ്ടല്ലോ, മുനമ്പ് പോലെയുള്ള ഭാഗം. ആ ഭാഗം മുകളിൽ വരുന്ന വിധത്തിൽ ആ താഴത്തെ ഹോളിലേക്ക് ഇട്ട് കൊടുക്കണം. കുറേ പേർക്ക് അറിയത്തില്ല, കുറേ പേർക്ക് അറിയാം. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ. ഇതുപോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ചിലപ്പോൾ ഇതുപോലെ ഒന്ന് ടൈറ്റായിട്ട് വരുന്ന സമയത്ത് ആ മുകളിലത്തെ ആ ഒരു ഭാഗമില്ലേ, ആ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ലൂസ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. ഇതുപോലെ നമുക്ക് ഡിസൈൻ ചെയ്യണ ഏത് ഭാഗമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് മെറ്റീരിയൽ കയറ്റിയിട്ട് ഇതുപോലെ പ്രസ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഇത് അങ്ങനെ ഇരുന്നോളും കേട്ടോ. പിന്നെ ഒരു പോരൊന്നുമില്ല, അതങ്ങനെ ഫിക്സ് ആയിട്ടിരിക്കുന്നതാണ്. നമുക്ക് കഴുകിയാലൊന്നും പോവില്ല. ആ ബീഡ്സിൻ്റെ കളറൊന്നും ഇളകി പോകണമല്ല. അപ്പം നമുക്ക് ധൈര്യത്തോടെ നമുക്ക് വാഷ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. ഇതുപോലെ ബീഡ്സ് കയറ്റിയിട്ട് ചെയ്ത പോലെ തന്നെ ആ മുനയുള്ള ഭാഗമില്ലേ, ആ ഭാഗം മുകളിൽ വരണം. ഇതുപോലെ മുകളിൽ വന്നിട്ട് പിന്നെ നമ്മളുടെ മെറ്റീരിയൽ വെച്ചിട്ട് പ്രസ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇതൊക്കെ കണ്ടോ, വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു വർക്കാണ് ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അത് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാൻ വലിയ വീഡിയോ ആണെന്നുള്ളത്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കാം. അപ്പോൾ ജസ്റ്റ് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 600 രൂപയാണ് കേട്ടോ. പല ഷോപ്പിൽ പല റേറ്റാണ്. പിന്നെ ഈ ഒരു വർക്കിൻ്റെ ഡിസൈൻ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കാം. ഈ ഒരു വർക്കും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു വൈൻ റെഡ് കളറിലെ മെറ്റീരിയലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഒരു ഷോൾ കണ്ടോ, ഷോളിൽ ഫുള്ള് നമ്മൾ ഈ പഞ്ചിങ് മെഷീൻ ഉപയോഗിച്ചിട്ടുള്ള ബീഡ്സ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. അത് നെക്ക് ഭാഗത്ത് ഫുള്ള് സ്റ്റിച്ച് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കാം. ഇതാണ് നമ്മൾ മുന്നത്തെ വീഡിയോ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം.